ഇന്നത്തെ സാരി കളക്ഷൻസ് എന്ന് പറയുന്നത് സൂപ്പർ നെറ്റ് മെറ്റീരിയലിൽ തന്നെ സിമ്പിളായിട്ട് ബോർഡറിൽ കൂടെ എംബ്രോയിഡറി വരുന്ന കുറച്ച് സാരീസ് ആണ് കാണിക്കുന്നത്. ആദ്യത്തെ ഒരു നല്ല പിങ്ക് വൈറ്റ് കോമ്പിനേഷനാണ്. നല്ലൊരു പിങ്ക്, അതിൽ ബോർഡർ വൈറ്റ് സിമ്പിളായിട്ട് വരുന്ന ബോർഡർ മാത്രം വരുന്ന ഒരു എംബ്രോയിഡറി പോയേക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പോലെ തന്നെ വൈറ്റ് ഷെയ്ഡിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ കളർ പിങ്കും വൈറ്റും കൂടെ വരുന്നു. ബോർഡറും എല്ലാം ഒരേപോലെ തന്നെ ബോർഡറായിട്ട് വരുന്നു. ബ്ലൗസ് പീസ് വരുമ്പോഴും പിങ്ക് ഷെയ്ഡ് തന്നെ വന്നിട്ട് ബ്ലൗസ് ഫുള്ളായിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് പോലത്തെ വർക്കാണ് ബ്ലൗസിൽ വന്നേക്കുന്നത്, വൈറ്റ് ഷെയ്ഡിട്ട്. ഇതാണ് ഫസ്റ്റ് സാരിയുടെ ഒരു ലുക്ക് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, സൂപ്പർ നെറ്റ് ഒക്കെ നന്നായിട്ട് ഒതുങ്ങുകയും ചെയ്യും. സൂപ്പർ നെറ്റ് കോട്ട എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മെറ്റീരിയലാണല്ലോ. അതിൻ്റെ തന്നെ പിങ്ക് വർക്കും കൂടെ പിങ്ക് വരുന്നു. ആദ്യത്തേത് വൈറ്റ് വർക്ക് വരുമ്പോൾ ഇത് പിങ്ക് ഷെയ്ഡിൽ പിങ്ക് ത്രെഡ് ഇട്ട് തന്നെ വർക്ക് വരുന്നു. ബ്ലൗസ് പീസും അപ്പം പിങ്ക് മെറ്റീരിയൽ വന്നിട്ട് പിങ്ക് ഷെയ്ഡ് ഇട്ട് തന്നെ വർക്ക് വരുന്ന ബ്ലൗസ് പീസ്. ഇങ്ങനൊരു സിമ്പിളായിട്ട് വരുന്ന ഒരു സാരി. അടുത്ത സാരി വരുന്നത് സെയിം സൂപ്പർ നെറ്റ് മെറ്റീരിയൽ തന്നെ, അതിൽ പീച്ച് ഷെയ്ഡാണ് വന്നേക്കുന്നത്. ബോർഡറിൽ സിമ്പിളായിട്ട് വരുന്നൊരു ക്രോസ് സ്റ്റിച്ചിൻ്റെ ഒരു എംബ്രോയിഡറിയാണ്. രണ്ട് സൈഡും ബോർഡറായിട്ട് വരുന്നു. ബോഡിയിലെങ്ങും ഇല്ല ഇതിന് വരുമ്പോഴത്തേക്കിന്, ബോർഡർ മാത്രം. ഈ ഒരു ഗ്രീനും ലൈറ്റ് ഗ്രീന് പീച്ചും പിങ്കും ആ ഒരു ഷെയ്ഡ് കോമ്പിനേഷൻസ് ആണ് ത്രെഡ് വർക്ക് വന്നേക്കുന്നത്. ബ്ലൗസ് പീസ് വരുമ്പോഴും സെയിം, ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ ബോർഡറായിട്ട് മാത്രം ഇങ്ങനെ വരുന്നു. ഈ ഒരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയൽ. ഈ സാരി വരും അടുത്തതും പീച്ച് ഷെയ്ഡ് തന്നെയാണ്. ഇതിൻ്റെ വരുമ്പോഴത്തേക്കിന് ബോഡിയിലും കൂടെ ചെറിയ ബൂട്ട വർക്ക് പോലെ ബോർഡറിലെ വർക്ക് തന്നെ ഈ ഒരു ഫ്ലവർ വർക്കാണ് ബോർഡർ വന്നേക്കുന്നത്. ആ ഒരു സിമ്പിൾ ഫ്ലവർ തന്നെ ബോഡിയിലും ഫുള്ളായിട്ട് പല്ലു വരും. ഇതാണ് പല്ലു വരുന്നത്. ബ്ലൗസ് പീസ് അതിൻ്റെ റണ്ണിങ് ആയിട്ട് പോയിട്ട് സെയിം വർക്ക് തന്നെ സ്ലീവ്സിലും പോയേക്കുന്നു. ഇങ്ങനെയാണ് പല്ലു വരുന്നത്, സെയിം പീച്ച് ഷെയ്ഡ്. അടുത്തതൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഇങ്ങനെ വരും. ഇതിൻ്റെ വർക്ക് വരുന്നത് ഒരു ടെമ്പിൾ ഡിസൈൻ പാറ്റേണിൽ എംബ്രോയിഡറി വരുന്നു. ബോഡി രണ്ട് സൈഡും ബോർഡറായിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ബോർഡറായിട്ട് ഫുൾ ആ ഒരു എംബ്രോയിഡറി. ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്, അതിലും ലൈറ്റാണ്. ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കിന് വളരെ കുഞ്ഞായിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്ന ബ്ലൗസ് പീസ്. മെറ്റീരിയൽ സെയിം തന്നെ സൂപ്പർ നെറ്റ് കോട്ട വരുന്നു. ബ്ലൗസിൻ്റെ സ്ലീവ്സിലും ആ ഒരു ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ബ്ലൗസിൻ്റെ ബോഡി പാർട്ടാണ് ഇത് വരുന്നത്, കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ബോർഡറിലേത്. ഇങ്ങനെയൊക്കെ ഈ ഒരു സാരി എല്ലാത്തിലും സിമ്പിളായിട്ട് വർക്ക് വരുന്നു. അടുത്തത് ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡ്. ഇതിൽ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ രണ്ട് സൈഡും ബോർഡറായിട്ട്, ഈ ഫ്ലവർ തന്നെ ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സായിട്ട് ഫുൾ ബോഡിയിൽ വരുന്നു. ഫ്രണ്ടൊക്കെ വരുമ്പോഴത്തേന് ഹാഫ് പോർഷൻ ആ ഒരു ഫ്ലവർ സ്കാറ്റർ ചെയ്ത് കൊടുത്തേക്കുന്നു. പല്ലു, ബ്ലൗസ് പീസ് കണ്ട് പ്ലെയിൻ വന്നിട്ട് സ്ലീവ്സ് ബോർഡറായിട്ട് ഈ ഒരു ഷെയ്ഡ്. ഈ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്, അതൊരു ലൈറ്റ് ആഷ് ഷെയ്ഡാണ്. എന്നിട്ട് പീച്ച് ഷെയ്ഡിട്ട് ഉള്ള കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ വർക്കാണ് ഫുൾ ബോഡിയിലും ബോർഡറിലും എല്ലാം പോയേക്കുന്നത്. നല്ല സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. വേണ്ട ഇങ്ങനെ നിൽക്കുന്നു. ഇതിന് ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് സ്ലീവ്സിൻ്റെ ബോർഡർ മാത്രം സെയിം വർക്ക് തന്നെ കുഞ്ഞതായിട്ട് ഇങ്ങനെ വരും ഈ ഒരു സാരിയുടെ ലുക്ക്. അപ്പം ഇത്രയും കളർ ഷെയ്ഡ്സും ഈ ഒരു വർക്ക് സിമ്പിളായിട്ട് വരുന്ന സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഏതെങ്കിലും സാരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്